Hello all. SSLC-കാരുടെ റിവിഷൻ സീരീസ് ഓഫ് കെമിസ്ട്രി ആണ് നടക്കുന്നത്. സോ ഇതിൽ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ വീഡിയോ അല്ല, ഫാസ്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കും. അതേപോലെ ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ജൂനിയേഴ്സിന്റെ അടുത്ത് ഈ ചാനലിനെ കുറിച്ച് പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ മണക്കാട് ഉള്ള നളന്ദ സെന്ററിന്റെ കീഴിലാണ്. ഇവിടെ 11th and 12th ക്ലാസ്സസിന്റെ അഡ്മിഷൻസിനായിട്ട് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9895644616. അതേപോലെ 10th സയൻസിന്റെയും ക്ലാസ്സസ് നടക്കുന്നുണ്ട്. മാക്സിമം ജൂനിയേഴ്സിന്റെ അടുത്ത് ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത് മെറ്റൽസിനെ പറ്റിയിട്ടാണ്. അപ്പൊ പല ടൈപ്പ് മെറ്റൽസ് ഉണ്ട്. ഈ മെറ്റൽസ് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തിനൊക്കെ യൂസ് ചെയ്യും? നമുക്ക് യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. അതേപോലെ ബാറ്ററീസിൽ നമ്മൾ മെറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജ്വല്ലറീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് മെറ്റൽസ് ഉണ്ട്. പക്ഷെ മെറ്റൽസിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മിക്ക മെറ്റൽസും നമ്മൾ അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ്ഡ് ആയിട്ട് കുറെ കാലം വെച്ച, അതായത് അയൺ പോലത്തെ മെറ്റൽസ് നമ്മൾ കുറെ കാലം വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് തുരുമ്പിക്കും. അതേപോലെ കോപ്പർ പോലത്തെ മെറ്റൽസ് നമ്മൾ കുറെ ദിവസം വെക്കുവാണെന്നുണ്ടെങ്കിൽ ക്ലാവ് പിടിക്കുന്നു പറയും. അപ്പൊ അയണിന് റസ്റ്റും കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം ക്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിഗ്രിസും വരും. റസ്റ്റിംഗ് ഓഫ് അയൺ, റസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സാധനം? അയൺ ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ആണ് റസ്റ്റ് എന്ന് പറയുന്ന സാധനം. വേർഡിഗ്രിസ് എന്ന് പറയുന്ന സാധനം എന്താണ്? ബേസിക് ആയിട്ടുള്ള കോപ്പർ കാർബണേറ്റിനെയാണ് നമ്മൾ വേർഡിഗ്രിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? റിയാക്ഷൻസ് ആണ്. പല ടൈപ്പ് റിയാക്ഷൻസ് വെച്ചിട്ട് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി ഡിഫറെന്റ് ആണ്. എത്ര റേറ്റിലാണ് ഈ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡിഫറെന്റ് ആണ് എന്ന് സ്ഥാപിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ പഠിച്ചവർക്ക് ഓൾറെഡി അറിയാം മെറ്റൽസ് റിയാക്ട് ഡിഫറെന്റ് റേറ്റ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ പൊട്ടാഷ്യം, സോഡിയം പോലത്തെ മെറ്റൽസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതേസമയം ഗോൾഡും സിൽവറും പോലത്തെ നോബിൾ മെറ്റൽസ് ഉണ്ടല്ലോ, എത്ര കാലം നിന്നാലും പതുക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ സംഭവിക്കുള്ളൂ. ആൻഡ് എക്സ്ട്രീംലി സ്ലോ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. പൊട്ടാഷ്യവും സോഡിയവും ചുമ്മാ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്താൽ തന്നെയും അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ടാൽ തന്നെ അത് കത്തിപ്പിടിക്കുന്ന സ്പീഡിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്. അതേസമയം ഗോൾഡും സിൽവറും ഒക്കെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആയിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യില്ല. അപ്പൊ റേറ്റ് അറ്റ് വിച്ച് ദ മെറ്റൽസ് റിയാക്ട് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. എത്ര സ്പീഡിൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ റിയാക്ഷൻസ് വെച്ചിട്ട് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? മെറ്റൽ പ്ലസ് വാട്ടർ, മെറ്റൽ പ്ലസ് എയർ, അതേപോലെ മെറ്റൽ പ്ലസ് ആസിഡ്. ഈ 3 റിയാക്ഷൻസ് വെച്ചിട്ടാണ് റിയാക്ടിവിറ്റി ഡിഫറെന്റ് ആണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ പ്ലസ് വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. മെറ്റൽ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് ഉള്ളതിനെയാണ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. കൂട്ടത്തിൽ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ആവും. ഇമ്പോർട്ടന്റ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ആവും. മെറ്റലും വെള്ളവും കൂടി, അതായത് ഇപ്പൊ പൊട്ടാഷ്യം പ്ലസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, കൂട്ടത്തിൽ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ആവും. പക്ഷെ പൊട്ടാഷ്യം സോഡിയം വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതേസമയം കാൽഷ്യം അത്ര വിഗറസ് ആയിട്ട് ഉണ്ടാവില്ല. മെഗ്നീഷ്യം തണുത്ത വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യില്ല, മറിച്ച് ചൂടുവെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. പൊട്ടാഷ്യം സോഡിയം വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും. കാൽഷ്യം കുറച്ചും കൂടി പതുക്കെ റിയാക്ട് ചെയ്യുള്ളൂ. മെഗ്നീഷ്യം തണുത്ത വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യില്ല, ചൂടുവെള്ളമായിട്ട് റിയാക്ട് ചെയ്യും. അലൂമിനിയം, സിങ്കും ഒക്കെ ചൂടുവെള്ളമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. താഴെ അയൺ വന്നു കഴിഞ്ഞാൽ അയൺ ഈ പറയുന്ന പോലെ സ്റ്റീമുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, മറിച്ച് സാധാരണ ചൂടുവെള്ളം, ഇൻഫാക്ട് അലൂമിനിയം തൊട്ട് തന്നെ ചൂടുവെള്ളവുമായിട്ട് റിയാക്ഷൻസ് ഭയങ്കര കുറവായിരിക്കും. അതിന് പകരം സ്റ്റീമുമായിട്ട് ഈ സാധനങ്ങൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ റിയാക്ട് ചെയ്യും. എന്നാൽ താഴെ കോപ്പർ, സിൽവർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യില്ല, വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഇപ്പൊ പൊട്ടാഷ്യം സോഡിയം വിഗറസ് റിയാക്ഷൻ ആണ്. പക്ഷെ മെഗ്നീഷ്യം ഇറ്റ് ഡസൻ റിയാക്ട് ഇൻ കോൾഡ് വാട്ടർ. കണ്ടോ, മെഗ്നീഷ്യം താഴെ വന്നു. അപ്പൊ കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യില്ല, മറിച്ച് ഹോട്ട് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യും. അതിനേക്കാളും താഴെ ഇപ്പൊ കോപ്പർ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ ഡസൻ റിയാക്ട് അറ്റ് ഓൾ. കോപ്പർ റിയാക്ടേ ചെയ്യില്ല. ഇപ്പൊ അയൺ പോലത്തെ സാധനങ്ങളെ അയണിനെ ഭയങ്കരമായിട്ട് പൊടിച്ചിട്ട് സ്റ്റീമുമായിട്ട് മാത്രമേ അയൺ റിയാക്ട് ചെയ്യുള്ളൂ എന്ന് പറയാണ്. സ്റ്റീമായിട്ട് അയൺ ഫൈലിങ്സേ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പൊ താഴോട്ട് വരും തോറും നമ്മൾ കണ്ടീഷൻസ് കൂടുതൽ വിഗറസ് ആക്കിയാൽ മാത്രമേ റിയാക്ഷൻ തന്നെ നടക്കുള്ളൂ. അപ്പൊ പൊട്ടാഷ്യം സോഡിയം വിഗറസ് റിയാക്ഷൻ ആൻഡ് ഫോം പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം, മെഗ്നീഷ്യം ഒക്കെ ചൂടുവെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കും. അതേസമയം അയൺ ഒക്കെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയൺ ഓക്സൈഡേ ഉണ്ടാക്കുള്ളൂ. അതാണ് പ്രത്യേകത. സ്റ്റീമുമായിട്ടാണ് റിയാക്ഷൻ എന്നുണ്ടെങ്കിൽ അയൺ ഓക്സൈഡേ ഉണ്ടാക്കുള്ളൂ. സിൽവർ, ഗോൾഡ്, കോപ്പർ ഒക്കെ റിയാക്ടേ ചെയ്യില്ല.
ചെയ്യില്ല. ഇത്രയും മനസ്സിലായല്ലോ. ഇനി മെറ്റലും എയറും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ പൊട്ടാഷ്യവും ഓക്സിജനും ആണെന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യം ഓക്സൈഡ് ആണ് ഉണ്ടാക്കുന്നത്. മെഗ്നീഷ്യവും ഓക്സിജനും ആണെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഉണ്ടാക്കുന്നത്. സോ ഇതിന്റെയൊക്കെ ഫോർമുല എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ വീഡിയോയിൽ ഓൾറെഡി ഉണ്ട്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ സോഡിയം പോലത്തെ കോമ്പൗണ്ടിന്റെ നല്ല മെറ്റാലിക് ക്ലസ്റ്റർ തിളക്കമുണ്ട്. ഇത് നമ്മൾ ഇപ്പൊ ഫ്രഷ്ലി കട്ടായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല തിളക്കം ഉണ്ടാവും. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് മുഴുവനും ഫെയ്ഡ് ആവും. അതെന്തുകൊണ്ടാ? അറ്റ്മോസ്ഫിയറിന്റെ ഓക്സിജനും മോയിസ്ചറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ട് പൊട്ടാഷ്യം സോഡിയം ഒക്കെ റിയാക്ട് ചെയ്യും. എസ്പെഷ്യലി പൊട്ടാഷ്യം എന്ന് പറയുന്നത് കത്തിപ്പിടിക്കും. പക്ഷെ സോഡിയം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തിട്ട് അത് മുഴുവനും ഫെയ്ഡ് ആവും. ഇനി അതേസമയം മെഗ്നീഷ്യവും ഓക്സിജനും ആയിട്ട് മെഗ്നീഷ്യം തുറന്നു വെച്ചാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഫെയ്ഡ് ആവും. പക്ഷെ ഇതിന് ദിവസങ്ങൾ എടുക്കും, ഒരു 2-3 ദിവസം എടുക്കും ഇത് ഫെയ്ഡ് ആയിട്ട് വരാനായിട്ട്. അതേസമയം അലൂമിനിയം നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്. സോ അലൂമിനിയത്തിന് കുറെ മാസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ അലൂമിനിയത്തിന്റെ ഇത് സംഭവങ്ങളൊക്കെ എന്താണ് ലസ്റ്റർ ഫെയ്ഡ് ആവുള്ളൂ. അതേസമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോപ്പർ എടുത്തു എന്ന് വിചാരിച്ചോ, കോപ്പറിന് വേർഡിഗ്രീസ് എന്ന് പറയുന്ന റസ്റ്റ്, കോപ്പറിന് അറ്റ്മോസ്ഫിയർ എഫക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞാലേ കോപ്പറിനെ നമ്മുടെ അറ്റ്മോസ്ഫിയറെ എഫക്ട് ചെയ്യുള്ളൂ. സോ സോഡിയത്തിന് ലസ്റ്റർ പോകണമെന്നുണ്ടെങ്കിൽ മിനിറ്റുകൾ മതി. അതേസമയം മെഗ്നീഷ്യം നോക്കിക്കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിലാണ്, അലൂമിനിയം മാസങ്ങൾക്കുള്ളിലായിരിക്കും ഫെയ്ഡ് ആവുന്നത്. കോപ്പർ എന്ന് പറയുന്നത് ഫെയ്ഡ് ആവാനായിട്ട് വർഷങ്ങൾ എടുക്കും എന്ന് പറയാം. സോ റിയാക്ടിവിറ്റിയുടെ റേറ്റ് കണ്ടോ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇത് സ്ലോ ആയിട്ടാണ് കോപ്പർ പോലത്തെ സാധനങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ മെറ്റലും വാട്ടറും കൂടിയിട്ട് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കും. മെറ്റലും എയർ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് ആണ് ഉണ്ടാക്കുന്നത്. അതിന്റെ റേറ്റ് എന്താണെന്നും അതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിഫറെന്റ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മെഗ്നീഷ്യം, കോപ്പർ, ഗോൾഡ്, സോഡിയം, അലൂമിനിയം ഇതിലൊക്കെ ഏതാണ് ഫാസ്റ്റ് ആയിട്ട് ലൂസ് ചെയ്യുന്നത്? ഇതിന്റെ ലസ്റ്റർ സോഡിയം ആണ് കൂട്ടത്തിൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഏത് രീതിയിലാണ് ഓരോരോ മെറ്റൽസ് എത്ര റേറ്റിലാണ് റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീരീസിനെയാണ് ഓരോരോ മെറ്റൽസും എത്ര സ്പീഡിൽ റിയാക്ട് ചെയ്യുന്നു. ഹൈലി റിയാക്റ്റീവിനെ ആദ്യം എഴുതും, ലെസ് റിയാക്റ്റീവിനെ ഏറ്റവും താഴെ എഴുതും. അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. സോ പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, ഇപ്പൊ പോസോക ഇത് പൊട്ടാഷ്യം ആണ്. പോസോക, മെഗാൽ, സിങ്ക്, ഐനീറ്റീലെ, ഹെക്കോനി, ഹേകോ ഇത് കോപ്പർ, നിക്കൽ ഇതിന്റെ ഇടയിലുണ്ട്, മെസീഗോ, മെർക്കുറി ഉണ്ട്, മെസീഗോ. അപ്പൊ പോസോക, മെഗാൽസിങ്, പോസോക, മെഗാൽസിങ്, ഐനീറ്റീലെ, പോസോക, മെഗാൽസിങ്, ഐനീറ്റീലെ, ഹെക്കോനി, മെസീഗോ എന്നാണ്. ഹെക്കോ നിക്കലും ഉണ്ട്, മെർക്കുറിയും ഇതിന്റെ ഇടയിലുണ്ട്. മെർക്കുറി, മെസീഗോ, പോസോക, മെഗാൽസിങ്, കൈനീറ്റീലെ, ഹെക്കോനി, മെസീഗോ. ഓക്കെ, ഇതേപോലെ തന്നെ വേറെ കുറെ കോഡുകൾ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കോഡാണ്. ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പാടാവും. അപ്പൊ പോസോക, മെഗാൽസിങ്, കൈനീറ്റീലെ, ഹെക്കോനി, മെസീഗോ. അപ്പൊ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുക, അതായത് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെയാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ റിയാക്ഷനായ മെറ്റൽ പ്ലസ് ആസിഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെറ്റലും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും, മൂന്നാമത്തെ റിയാക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, വിച്ച് ഇസ് മെറ്റൽ പ്ലസ് ആസിഡ്. എന്ത് തരും? മെറ്റൽ പ്ലസ് ആസിഡ് എന്ന് പറയുന്നത് സോൾട്ടും ഹൈഡ്രജനും ആണ് തരുന്നത്. അപ്പൊ അതിൽ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മെറ്റൽ എടുത്തു, സോഡിയം എടുത്തു എന്ന് വിചാരിച്ചോളൂ. സോഡിയത്തിന്റെ കൂടെ ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ് എടുത്തു എന്ന് വിചാരിച്ചോളൂ, H2SO4. അപ്പൊ ഈ ഹൈഡ്രജനെ അത് തട്ടി പുറത്താക്കും. എന്നിട്ട് ഈ സൾഫേറ്റും സോഡിയവും കൂടിയിട്ട് Na2SO4 എന്ന് പറയുന്ന സോഡിയം സൾഫേറ്റ് ഫോം ചെയ്യും. എങ്ങനെയാണ് ഈ മോളിക്കുലർ ഫോർമുല എഴുതേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രജനെ പുറത്താക്കിയിട്ട് സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടാക്കും. അതേപോലെ ഇപ്പൊ സോഡിയവും HCl ആണ് റിയാക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. HCl ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആദ്യം തന്നെ പുറത്തു പോകും, Na-യും Cl-ഉം കൂടിയിട്ട് ജോയിൻ ചെയ്യും, NaCl പ്ലസ് H2 ഹൈഡ്രജൻ. ഇങ്ങനെയാണ് സംഭവം ഫോം ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി മെറ്റലും ആസിഡും റിയാക്ട് ചെയ്യുമ്പോണ്ടല്ലോ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ആവും, കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സോൾട്ട് ഫോം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി അപ്പൊ നമ്മളിപ്പോ ഒരു ആസിഡ് എടുത്തു, എന്തെങ്കിലും ഒരു HCl-ന്റെ ആസിഡ് എടുത്തു, എന്നിട്ട് അതിൽ അയൺ ഇട്ടു, മെഗ്നീഷ്യം ഇട്ടു, കോപ്പർ ഇട്ടു, അതേപോലെ ലെഡ് ഇട്ടു, സിങ്ക് ഇട്ടു. ഇതിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഹൈഡ്രജൻ ഉണ്ടാവുന്നതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഭയങ്കര ഫാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ നോക്കുന്ന പോലെ ഇതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഇതിൽ
പൊക്കത്തിലുള്ള ഇതിൽ മുകളിലുള്ള ആൾക്കാർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഹൈഡ്രജൻ റിലീസ് ചെയ്യും. കാരണം ഇവിടെ ഇവരുടെ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ഒട്ടും പുറപ്പെടുവില്ല, കാരണം കോപ്പർ ഏറ്റവും താഴെയാണുള്ളത്. അതേസമയം നമ്മുടെ ലെഡ് നോക്കിക്കഴിഞ്ഞാൽ ലെഡ് അതിനേക്കാളും തൊട്ട് മുകളിലാണ് ലെഡ് PB ഉള്ളത്. അതേസമയം നമ്മുടെ അയൺ അതിനേക്കാളും ലെഡിനേക്കാളും മുകളിലാണ് അയൺ Fe എന്ന് പറയുന്ന സംഭവം ഉള്ളത്. അതുപോലെ തന്നെ സിങ്ക് അതിനേക്കാളും മുകളിലാണുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ മെഗ്നീഷ്യം അതിനേക്കാളും മുകളിലാണുള്ളത്. സോ ഇങ്ങനെയാണ് ഇത് അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത് തന്നെ. സോ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽസും ആസിഡ്സും കൂടി റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും സോൾട്ടും ഉണ്ടാവും, കൂട്ടത്തിൽ തന്നെ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. ഈ ഹൈഡ്രജൻ ഗ്യാസ് എത്ര സ്പീഡിലാണ് ഇവോൾവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? മെറ്റൽ എത്ര റിയാക്റ്റീവ് ആണ്, എത്ര റിയാക്റ്റീവ് അല്ല എന്നുള്ളത് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു സീരീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി വെച്ചിട്ട്. ഈ സീരീസിനെ ഡിക്രീസിങ് ഓർഡർ, അതായത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ടോപ്പിലും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് താഴെയുമായിട്ട് എഴുതാൻ പറ്റും. ആ സീരീസിനെ നമ്മൾ പറയുന്ന പേരാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, പോസോ മെഗാൽ സിങ്ക് ഐനീറ്റിലെ ഹെക്കോ നിക്കൽ മെസിഗോ ഉണ്ട്. ഹെക്കോ മേസിഗോ ആണ്, ഹെക്കോ നീ മെസിഗോ. നിക്കൽ മെർക്കുറി സിൽവർ ഗോൾഡ് എന്നാണ് പണ്ടുണ്ടായിരുന്ന ടെക്സ്റ്റ് ഉണ്ടായിരുന്നത്. സോ അങ്ങനെയാണ് ഈ കോഡ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് മെറ്റൽ അല്ലേ, എന്നാലും ഹൈഡ്രജൻ ഇട്ടേക്കണതിന്റെ കാരണം എന്താണെന്നറിയോ? ഹൈഡ്രജന്റെ മോളിലത്തെ മെറ്റൽസ് മാത്രമേ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യിപ്പിക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ ഒരു മെറ്റൽ ഉണ്ട്, മെറ്റലിനെ നമ്മൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഇതിൽ ഒരു ട്വിസ്റ്റ് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ താഴെയുള്ള സാധനമാണ് കോപ്പർ എന്ന് പറയുന്നത്. കോപ്പറും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവില്ല, സോൾട്ട് ഉണ്ടാവില്ല. സോ കോപ്പർ ബേസിക്കലി റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കില്ല. HCl പോലത്തെ ഇതിൽ നിന്നും, ഏത് HCl പോലത്തെ ആസിഡ്സിൽ നിന്നും. ഇപ്പൊ HCl ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ H2SO4 അല്ലെ, HCl എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് വിൽ നോട്ട് ബി ലിബറേറ്റഡ് ബൈ മെറ്റൽസ് വിച്ച് ആർ ബിലോ ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ താഴെയുള്ള മെറ്റൽസിന് ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മുടെ ആസിഡ്സിൽ നിന്നും ലിബറേറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവില്ല. സോ ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ച ഇനി ഒരു സെറ്റ് ഓഫ് റിയാക്ഷൻസ് പഠിക്കാനുള്ളത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ നമുക്ക് ഒരു ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനത്തിന്റെ ലെസ് റിയാക്റ്റീവ്, അതായത് ഇപ്പൊ ഞാന് എന്താ ഇപ്പൊ കോപ്പർ എടുത്തു എന്ന് വിചാരിച്ചോ, കോപ്പർ സൾഫേറ്റ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. ലെസ് റിയാക്റ്റീവ് സാധനത്തിന്റെ ഒരു സോൾട്ട് എടുത്തു, അതിനെ ഞാൻ എന്തുമായിട്ട് ചെയ്യിപ്പിച്ചു? അപ്പൊ കോപ്പർ സന്തോഷമായിട്ട് ലോ റിയാക്റ്റീവ് ആണ്, പക്ഷെ സന്തോഷമായിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചിണ്ടാൻ വന്നത്. ആരാണ്? ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള സോഡിയം വന്നു. സോഡിയം കമ്പാരിറ്റീവ്ലി കോപ്പറിനെക്കാളും റിയാക്റ്റീവ് ആണ്. അപ്പൊ ഈ സൾഫേറ്റ് എന്ത് ചെയ്യുന്ന അറിയോ? സൾഫേറ്റ് സോഡിയത്തിന്റെ കൂടെ പോവും. അപ്പൊ Na2SO4 ഫോം ചെയ്യും, കോപ്പറിനെ തട്ടി പുറത്താക്കുകയും ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം എടുക്കാം. AgCl എടുത്തു എന്ന് വിചാരിച്ചോ. AgCl എന്ന് പറഞ്ഞാൽ Ag ലെസ് റിയാക്റ്റീവ് ആണ്. AgClന്റെ കൂട്ടത്തിൽ ഇപ്പൊ നമ്മൾ അലൂമിനിയം എടുത്തു എന്ന് വിചാരിച്ചോളൂ. അലൂമിനിയം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോറിൻ ആരുടെ കൂടെ പോവും? ക്ലോറിൻ എന്ന് പറയുന്നത് AlCl3 അലൂമിനിയത്തിന്റെ കൂടെ പോവും, കൂട്ടത്തില് സിൽവറിനെ തട്ടി പുറത്താക്കുകയും ചെയ്യും. അപ്പോ ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറയില്ലേ, കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുത്തു. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അലിയിച്ചത്. കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ നല്ല നീല കളറിൽ ഉണ്ടാവേ. കൂട്ടത്തിൽ സിങ്ക് വന്നു എന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കും? കോപ്പർ സൾഫേറ്റ് ഫാമിലി ആയിട്ടിരിക്കുന്ന ആള് ലെസ് ആണ്, പക്ഷെ സിങ്ക് ഇതേ മോളിൽ കിടക്കുന്ന സാധനം. അപ്പൊ നമ്മുടെ സൾഫേറ്റ് ആരുടെ കൂടെ പോവും? നമ്മുടെ സിങ്കിന്റെ കൂടെ പോകും, കോപ്പറിനെ തട്ടി പുറത്താക്കും. അപ്പൊ നല്ല നീല കളറിലുള്ള സാധനം സിങ്ക് നമ്മൾ അതിൽ കൊണ്ടിട്ടിടുമ്പോ ഈ നീല കളർ അങ്ങ് ഫെയ്ഡായി വരും. കാരണം കോപ്പർ ഉണ്ടല്ലോ, കോപ്പർ ഇസ് ഡിസ്പ്ലേസ്ഡ്. ഒറിജിനൽ കോപ്പർ നല്ല ബ്രൗൺ കളറിൽ ഉണ്ടാവും. അപ്പൊ ഈ നീല കളർ കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്? സിങ്ക് നമ്മുടെ കോപ്പർ സൾഫേറ്റിന്റെ ഉള്ളിലത്തെ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക, തട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ബ്ലൂ കളർ ഓഫ് ദ കോപ്പർ സൾഫേറ്റ് ഇസ് ഫെയ്ഡിങ്, കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? കോപ്പറിനെ
കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും ഒരാൾ പുറത്താക്കിക്കൊണ്ടിരിക്കുക. ആരാണ്? സിങ്ക് പുറത്താക്കിക്കൊണ്ടിരിക്കുക. സോ നീല കളർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ വരാൻ കാരണം Cu2+ അയോൺസ് ആണ്. ഓക്കെ, കോപ്പർ സൾഫേറ്റിൽ ആരൊക്കെ അയോൺസ് ഉണ്ട്? Cu2+ അയോൺസ് ഉണ്ട്, SO4 2- അയോൺസും ഉണ്ട്. ഈ നീല കളർ കോപ്പർ സൾഫേറ്റിന് കൊടുക്കുന്നത് Cu2+ അയോൺസ് ആണ്. പക്ഷെ സിങ്ക് റോഡ് നമ്മൾ അതിൽ കൊണ്ടിട്ട് ഇടുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും Cu2+ അയോൺസിനെ മാറ്റി സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്യും. Cu എന്തായിട്ട് മാറും? Cu2+ എന്ന് പറയുന്ന അയോൺ കോപ്പർ മെറ്റൽ ആയിട്ട് മാറും. അപ്പൊ കോപ്പറിലെ 2 ഇലക്ട്രോൺസ് സ്വീകരിച്ച് കോപ്പർ മെറ്റൽ ആയിട്ട് പോയി ആ സിങ്ക് റോഡിന്റെ മുകളിൽ മുഴുവനും കയറിയിട്ട് ഡെപ്പോസിറ്റഡ് ആവും. അപ്പൊ ആ നീല കളർ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. അപ്പൊ ഇതിൽ തന്നെ ആരാണ് കൂടുതൽ റിയാക്റ്റീവ്? സിങ്ക് ആണ് കൂടുതൽ റിയാക്റ്റീവ് അല്ലെ? സിങ്ക് ആണ് കൂടുതൽ റിയാക്റ്റീവ്. അപ്പൊ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റല് ഡിസ്പ്ലേസസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ് സോൾട്ട്. ലെസ് റിയാക്റ്റീവ് മെറ്റലിന്റെ സോൾട്ടിൽ നിന്നും അതിനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും. ആര് ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും? ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കാം. അങ്ങനെ Cu2+ അയോൺസ് കാരണം നല്ല നീല കളറിൽ ഉണ്ടായിരുന്ന കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ഉണ്ട്. അതിൽ കൊണ്ടുപോയിട്ട് സിങ്ക് റോഡ് മുക്കുമ്പോ സിങ്ക് എന്ത് ചെയ്തു? Cu2+ അയോൺസിനെ പിടിച്ചിട്ട് എല്ലാത്തിനെയും കോപ്പർ ആക്കി മാറ്റി. എന്നിട്ട് ഈ സിങ്ക് പോയി സിങ്ക് സൾഫേറ്റിന്റെ കൂടെ ചേർന്നു. അപ്പൊ Cu2+ അയോൺസിന്റെ നമ്പർ കുറഞ്ഞു വന്നു. ഈ കോപ്പർ പോയി സിങ്ക് റോഡിന്റെ മുകളിൽ ഡെപ്പോസിറ്റഡ് ആയി നീല കളർ കുറഞ്ഞു വന്നു. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെറ്റൽസ് ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി ഡിസ്പ്ലേസസ് ദ മെറ്റൽസ് ഓഫ് ലെസ് റിയാക്ടിവിറ്റി. അപ്പൊ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും. എന്തിൽ നിന്നും? അതിന്റെ സോൾട്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും. സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും. ഇങ്ങനത്തെ റിയാക്ഷൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് ഓക്സിഡൈസ് ആവാണോ റെഡ്യൂസ് ആവാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ നോക്കാം. ഇപ്പൊ സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഗിവ് സിങ്ക് സൾഫേറ്റ് ZnSO4 പ്ലസ് കോപ്പർ അല്ലെ. അപ്പൊ സിങ്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാരണം ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അതേസമയം കോപ്പർ സൾഫേറ്റിന്റെ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സൾഫേറ്റിൻ്റെത് -2 ആണ്. അപ്പൊ കോപ്പറിൻ്റെത് ഒബ്വിയസ്ലി +2 ആയിരിക്കും. സിങ്കിൻ്റെത് ഇവിടെ സൾഫേറ്റിൻ്റെത് -2 ആണ്, സിങ്കിൻ്റെത് +2 ആണ്. കോപ്പർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാരണം 0 ആണ്. അപ്പൊ സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായി? 0യിൽ നിന്നും +2 ആയി. അതേസമയം കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2യിൽ നിന്നും 0 ആയി. അതായത് നമ്പർ നോക്കിയേ, 0യിൽ നിന്നും +2 ആയ ഇതിന്റെ പേര് ഓക്സിഡൈസ്ഡ് ആയി എന്നാണ് അർത്ഥം. ഓക്സിഡൈസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുക. ഇത് കണ്ടോ, റെഡ്യൂസ് ആവാണ് ചെയ്തത്. +2 0 ആയി, അപ്പൊ റെഡ്യൂസ്ഡ് ആയി എന്നാണ് അർത്ഥം. അപ്പൊ ഇതിൽ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനം എപ്പോഴും ഓക്സിഡൈസ്ഡ് ആവും. എന്ന് ഓർത്താ മതി. ഹൈ റിയാക്റ്റീവ് ആണെങ്കിൽ ഓക്സിഡൈസ് ആവും, ലെസ് റിയാക്റ്റീവ് ആണെങ്കിൽ റെഡ്യൂസ്ഡ് ആവും. ഓക്കെ, ഓർത്താ മതി. ഹൈ റിയാക്റ്റീവ് ഓക്സിഡൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ കണ്ടോ, ഇവിടെ ഓക്സിഡൈസ് ചെയ്ത ആളുമുണ്ട്, അതേപോലെ റെഡ്യൂസ് ആയ ആളുമുണ്ട്. വെൻ ബോത്ത് ഓക്സിഡേഷൻ and reduction take place in the same reaction, it is known as a redox reaction. Okay, അത് മറക്കാൻ പാടില്ല, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇനി വേറൊരു എക്സാമ്പിളും കൂടി തന്നിട്ടുണ്ട്. ഇപ്പൊ AgNO3 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എടുത്തു. അതിൽ നമ്മൾ കോപ്പർ ഇടുമ്പോൾ കോപ്പർ നൈട്രേറ്റ് നോക്കിയേ. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് Ag താഴെയാണോ ചേട്ടാ? ആണ്, Ag താഴെയാണ്. കോപ്പർ ഇത് തൊട്ട് മുകളിലാണ്. അപ്പൊ കോപ്പർ വന്ന് തട്ടിത്തെറിപ്പിക്കും. CuNO3 twice പ്ലസ് Ag ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇതിൽ നൈട്രേറ്റിന് -1 ആണ്, Agക്ക് +1 ആണ്. കോപ്പറിന് 0 ഒറ്റയ്ക്ക് നിൽക്കുന്ന കാരണം 0, Ag ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും 0. നൈട്രേറ്റ് ഇസ് ഓൾവേസ് -1 -1 × 2. ഇവിടെ കോപ്പർ +2. അപ്പൊ കോപ്പറിൻ്റെത് 0യിൽ നിന്നും +2 ആയിട്ട് മാറി. Agയുടേത് എന്തായി? +1ൽ നിന്നും 0 ആയി മാറി. അപ്പൊ this got oxidized and this got reduced. ഓക്കെ, അതായത് കോപ്പർ ഹൈലി റിയാക്റ്റീവ് ആണ്. Agനെ സംബന്ധിച്ചിടത്തോളം Agനെ കമ്പയർ ചെയ്യുമ്പോൾ റിയാക്റ്റീവ് ആണ്. സോ ഹൈ റിയാക്റ്റീവ് ഓക്സിഡൈസ്ഡ് എന്ന് ഓർത്താൽ മതി. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് റെഡ്യൂസ്ഡ് ആയി എന്നാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ പ്രത്യേകത. സോ ഹിയർ മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ആൻഡ് ലെസ് റിയാക്റ്റീവ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എല്ലാം റിഡോക്സ് റിയാക്ഷൻ ആണ്. കാരണം ഇവിടെ ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, കൂട്ടത്തിൽ റിഡക്ഷനും നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്
സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? മെഗ്നീഷ്യവും കോപ്പർ സൾഫേറ്റും ഡിസ്പ്ലേസ്മെന്റ് നടക്കുമോ ഇല്ലയോ? മെഗ്നീഷ്യം മോളിലിരിക്കുന്ന ചേട്ടനാണോ എന്ന് നോക്കുക. ആദ്യം മെഗ്നീഷ്യവും കോപ്പർ സൾഫേറ്റ് ഉറപ്പായിട്ടും ഡിസ്പ്ലേസ്മെന്റ് നടക്കും. എന്നിട്ട് കോപ്പറിനെ തട്ടി പുറത്താക്കി മെഗ്നീഷ്യം സൾഫേറ്റ് പ്ലസ് കോപ്പർ ഉണ്ടാവും. Agയും CuSO4. അപ്പൊ AG കോപ്പറിനെക്കാളും താഴെയാണോ മുകളിലാണോ? AG കോപ്പറിനെക്കാളും താഴെയാണ്. നോ ഡിസ്പ്ലേസ്മെന്റ് ടേക്ക് പ്ലേസ്. കാരണം എന്താ? കോപ്പർ സൾഫേറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ കോപ്പർ ഇസ് മോർ റിയാക്റ്റീവ് ദാൻ AG. ഈ ചേട്ടൻ ഒറ്റയ്ക്ക് വരുന്ന ചേട്ടൻ നമ്മുടെ സൾഫേറ്റിനെക്കാൾ നമ്മുടെ സോൾട്ടിലുള്ള മെറ്റലിനെക്കാളും ഹൈ റിയാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ റിയാക്ഷൻ നടക്കുള്ളൂ. ഇപ്പൊ മെഗ്നീഷ്യവും സിങ്ക് സൾഫേറ്റും, മെഗ്നീഷ്യം സിങ്കിന്റെ മുകളിലാണോ? സിങ്ക് സൾഫേറ്റ് ആണ് ഫാമിലി ആയിട്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് വരുന്ന ആള് മെഗ്നീഷ്യം ഹൈ റിയാക്റ്റീവ് ആണോ എന്ന് നോക്കണം. സിങ്ക് ഇവിടെയാണ്, മെഗ്നീഷ്യം അതിനേക്കാളും മുകളിലാണ്. റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് മെഗ്നീഷ്യം സൾഫേറ്റ് ഇസ് ഫോം. സിങ്കിനെ തട്ടി പുറത്താക്കി പ്ലസ് സിങ്ക് നടക്കും. മെഗ്നീഷ്യം AG എന്നത്ര AG താഴെയാണ് കിടക്കുന്നത്, മെഗ്നീഷ്യം മുകളിലാണ് കിടക്കുന്നത്. ഉറപ്പായിട്ട് റിയാക്ഷൻ നടക്കും. മെഗ്നീഷ്യം നൈട്രേറ്റ് MgNO3 ട്വൈസ് ആണ് പ്ലസ് AG ആണ് വരുന്നത്. ഇനി കോപ്പറും മെഗ്നീഷ്യം സൾഫേറ്റും, കോപ്പർ വരുന്ന ആള് ഏറ്റവും താഴെയാണ് കിടക്കുന്നത്. ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്ക് നല്ല പൊസിഷനിലാണ് മെഗ്നീഷ്യം സൾഫേറ്റ് MgSO4 വലിയ പൊസിഷനിലാണ്. റിയാക്ഷൻ നടക്കില്ല. വരുന്ന ആള് ലോ പ്രൊഫൈലുള്ള ആളാണ്, ലോ റിയാക്ടിവിറ്റി ആണ്, അത് കാരണം റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, ഇനി ബാക്കി വീഡിയോ ഗാൽവാനിക് സെല്ലിന്റെയും ഇലക്ട്രോളിസിന്റെ വീഡിയോ അടുത്തതായിട്ട് ഇടാം നമുക്ക്.